നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തൊഴിലാളി ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചോതി മെയ് ദിനാഘോഷം. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലി. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും സമ്മേളനവും. തെരഞ്ഞെടുപ്പിന് പിന്നാലെ എണ്ണ കമ്പനികളുടെ ഇരുട്ടടി. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ LPG സിലിണ്ടർ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 993 രൂപയാണ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചത്. കാണാതായ അമ്മയെ 2 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ സന്തോഷത്തിൽ മകനെ കണ്ടതിന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാകാതെ അമ്മ. കൊല്ലത്താണ് അമ്മയുടെയും മകന്റെയും സമാഗമം ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളിയിൽ സാർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. CITU, INTUC യൂണിയനുകൾ സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത്. രക്തസാക്ഷികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ വിവിധ തൊഴിലാളി സംഘടനകൾ മെയ് ദിനാഘോഷ റാലി സംഘടിപ്പിച്ചു. CITU, AITUC യൂണിയനുകളുടെ നേതൃത്വത്തിലും മെയ് ദിന ആഘോഷം നടത്തി. CITU, AITUC ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റാലി LDF പാർട്ടി ഓഫീസിൽ നിന്നുമാണ് ആരംഭിച്ചത്. കരുനാഗപ്പള്ളി ആലുമുക്കിൽ റാലി സമാപിച്ചു. CPIM ഏരിയ സെക്രട്ടറി അനിരുദ്ധൻ, CPI നേതാക്കളായ അനിലസ് കല്ലേലി ഭാഗം പ്രവീൺ മനയ്ക്കൽ, ജഗജ്ജീവൻ ലാലി, CPIM നേതാവ് B ഗോപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിൽ സാർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. CITU, INTUC യൂണിയനുകൾ സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത്. രക്തസാക്ഷികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ വിവിധ തൊഴിലാളി സംഘടനകൾ മെയ് ദിനാഘോഷ റാലി സംഘടിപ്പിച്ചു. CITU, AITUC യൂണിയനുകളുടെ നേതൃത്വത്തിലും മെയ് ദിന ആഘോഷം നടത്തി. CITU, AITUC ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റാലി LDF പാർട്ടി ഓഫീസിൽ നിന്നുമാണ് ആരംഭിച്ചത്. കരുനാഗപ്പള്ളി ആലുമുക്കിൽ റാലി സമാപിച്ചു. CPIM ഏരിയ സെക്രട്ടറി അനിരുദ്ധൻ, CPI നേതാക്കളായ അനിലസ് കല്ലേലി ഭാഗം പ്രവീൺ മനയ്ക്കൽ, ജഗജ്ജീവൻ ലാലി, CPIM നേതാവ് B ഗോപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തെരഞ്ഞെടുപ്പിന് പിന്നാലെ എണ്ണ കമ്പനികളുടെ ഇരുട്ടടി. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ LPG സിലിണ്ടർ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 993 രൂപയാണ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചത്. അത്യപൂർവമാണ് ഇത്തരത്തിലുള്ള വില വർധനവ് പ്രാബല്യത്തിൽ വന്നു. ഇത് വൻ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുമെന്ന് ആശങ്കയുമുണ്ട്. 5 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് LPG സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് എണ്ണ കമ്പനികൾ കുത്തനെ കൂട്ടിയത്. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളാണ് 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില 993 രൂപ വർദ്ധിപ്പിച്ചത്. ഇത്രയും വില കൂട്ടുന്നത് അത്യപൂർവമാണ്. സിലിണ്ടർ വില 3000 രൂപ കടന്നു. വില വർധന പ്രാബല്യത്തോടെ വന്നതോടെ കൊച്ചിയിൽ 3085 രൂപയും, തിരുവനന്തപുരത്ത് 3106 രൂപയും, കോഴിക്കോട്ട് 3117 രൂപയുമായി വാണിജ്യ സിലിണ്ടറുകളുടെ വില. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ എന്നിവയ്ക്ക് ഗുരുതരമായ ആഘാതമാണ് ഈ കനത്ത വിലക്കയറ്റം. പ്രവർത്തന ചെലവ് കുത്തനെ കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാൻ ഇവർ നിർബന്ധിതരായേക്കും. വില കൂട്ടുന്നത് ഉപഭോക്താക്കളെ അകറ്റാനും സാധ്യതയേറെ. ഒപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ വൻതോതിൽ വില വർദ്ധിക്കാനും ഇത് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏപ്രിൽ 1 വാണിജ്യ സിലിണ്ടറിന് 195 രൂപ 50 പൈസ കൂട്ടിയിരുന്നു. കേന്ദ്ര ധനമന്ത്രി ബജറ്റ് അവതരണം നടത്തിയ ഫെബ്രുവരി 1 വാണിജ്യ സിലിണ്ടറിന് 49 രൂപ കൂട്ടിയിരുന്നു. ജനുവരി 1 111 രൂപയും, മാർച്ച് 1 28 മുതൽ 31 രൂപ വരെയും, മാർച്ച് 7 115 രൂപയുമായി വർദ്ധിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും മറ്റുമായി സ്വന്തം നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ ഇനിയും മടങ്ങിയെത്താത്തത് കേരളത്തിലെ ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. LPG വിതരണത്തിലെ നിയന്ത്രണം ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചിടുന്നതിലേക്കും വഴിവെച്ചിരുന്നു. ഇതിനിടെയാണ് ഇടുത്തി പോലെ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചത്. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില തൽക്കാലം കൂട്ടിയിട്ടില്ല. ഗാർഹിക സിലിണ്ടർ, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില തെരഞ്ഞെടുപ്പിന് പിന്നാലെ എണ്ണ കമ്പനികൾ കൂട്ടുമെന്ന ആശങ്ക ശക്തമായിരുന്നു.
പെട്രോൾ ഡീസൽ വില കൂട്ടുമെന്ന പ്രചാരണങ്ങൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കുത്തനെ വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കം. ന്യൂസ് ഡെസ്ക്. കാണാതായ അമ്മയെ 2 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ സന്തോഷത്തിൽ മകനെ കണ്ടതിന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാകാതെ അമ്മ. കൊല്ലത്താണ് അമ്മയുടെയും മകന്റെയും സമാഗമം ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചത്. 2024 ഡിസംബറിൽ കാണാതായ തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി ബിന്ദുവിനെയാണ് അഭയകേന്ദ്രത്തിന്റെ റീൽസിലൂടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതും ഒടുവിൽ മകനെത്തി അമ്മയെ കരുതലിന്റെ കരവലയത്തിലേക്ക് സ്വീകരിച്ചതും. 2024 ഡിസംബർ മാസം സന്ധ്യയോടുകൂടിയാണ് ബിന്ദുവിനെ വനിതാ സെൽ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് ഇത്രയും സന്തോഷമായിട്ട് നിന്ന് ഇപ്പം ഞങ്ങൾ തേജസ് ബ്യൂട്ടി പാർലറിന്റെ ഒരു ഫുഡും ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ റിലീസ് വരെ എല്ലാവരും കൂടി അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് മകൻ കണ്ടുപിടിച്ച് ഈ അമ്മ ഇവിടെ ഉണ്ടെന്ന്. മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നതാണ് ബാലരാമപുരത്ത്. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ച് ആ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ചിട്ട് ഇപ്പം അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസും ഇവിടുന്ന് ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഗണേഷ് ബ്രദർ, ബാബു എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് ശ്യാമൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഇവരെ തിരിച്ചു കൊടുക്കുകയാണ്. സന്തോഷത്തോടെ ഈ മകളെ കൊടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 2024 ഡിസംബർ 31 തിരുവനന്തപുരം ബാലരാമപുരം വെടിവെച്ചാൻ കോവിൽ ഗാന്ധിനഗറിൽ ബിന്ദു എന്ന 57-കാരിയെ കാണാതായത്. മാനസികമായ ചില വെല്ലുവിളികൾ നേരിട്ടിരുന്ന ഇവർ വീട് വിട്ടുപോവുകയായിരുന്നു. പിന്നീട് ബിന്ദുവിനായി ഭർത്താവും മക്കളും വിവിധയിടങ്ങളിൽ തിരച്ചിൽ നടത്തി. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. എന്നാൽ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1.5 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബിന്ദുവിനെ പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും ചേർന്ന് കണ്ടെത്തി. അന്ന് മേൽവിലാസമോ മറ്റ് രേഖകളോ അറിയില്ലാത്തതിനാൽ ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റീൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ബിന്ദുവിന്റെ ബന്ധുക്കൾ കണ്ടു. ഇവർ വിവരം മകനെ അറിയിച്ചു. മകൻ അമ്മയെ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് പോലീസുമായി ബന്ധപ്പെട്ട് അഭയകേന്ദ്രത്തിൽ വിവരം അറിയിച്ചു. ബന്ധുക്കളും പോലീസും ചേർന്ന് അഭയകേന്ദ്രത്തിലെത്തി ബിന്ദുവിനെ കണ്ടു. മകനെ കണ്ടതോടെ ഏറെ സന്തോഷത്തിലായ ബിന്ദു മകനെ കെട്ടിപ്പിടിച്ചു. അഭയത്തിന്റെ നടത്തിപ്പുകാരി ബെനഡിക്ക സഫർനോസ്, ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേഷ് ബാബു, ശ്യാം ഷാജി, നരിയാമൂട് പോലീസ് സ്റ്റേഷനിലെ ASI അനിത എന്നിവരുടെ നേതൃത്വത്തിൽ ബിന്ദുവിനെ കുടുംബത്തിന് കൈമാറി. അപ്പം 1.5 കൊല്ലമായിട്ട് മിസ്സിംഗ് ആണ്. ഇതുവരെ കേസൊക്കെ കൊടുത്തിട്ട് ഇതുവരെ ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു ഫംഗ്ഷന്റെ വീഡിയോ റീൽസിനകത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് അമ്മ അതിനകത്ത് കാണാൻ ഇടയായതും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഇപ്പം ഇവിടെ വന്ന് അമ്മയെ വിളിച്ചോണ്ട് പോകുന്നത്. 1.5 കൊല്ലം കൊണ്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴാണ് അറിയുന്നത്. സന്തോഷമായി. എന്തായാലും അമ്മ തിരിച്ചിട്ടില്ല, വലിയ സന്തോഷം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ സംയുക്ത സമ്മേളനം ഞായറാഴ്ച നടക്കും. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ സംയുക്ത സമ്മേളനമാണ് ഞായറാഴ്ച നടക്കുന്നത്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ രാവിലെ 10:30 CR മഹേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണക്കാർ നേരിടുന്ന അനീതികൾക്കെതിരെ ധൈര്യത്തോടെ നിലകൊള്ളുകയും സമൂഹത്തിൽ നീതി, സമത്വം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുക എന്നതാണ് സംഘടന ലക്ഷ്യമിടുന്നത്. ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നഹാസ് കൊരണ്ടിപ്പള്ളി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി മുഖ്യപ്രഭാഷണം നിർവഹിക്കും. റഹിയാനത്ത് മുഹമ്മദ് ബഷീർ സൈനി, അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ, നഹാസ് ഇബ്രാഹിം, എസ് സുഭാഷ് ബാബു, ബിനു മാന്നാമംഗലം, ഡോക്ടർ ഗോകുലാകൃഷ്ണൻ, അനിത സന്തോഷ്, ഡോക്ടർ പ്രീത, ഇർഷാദ് മുസലിയാർ, മേരിക്കുട്ടി, വിജയകുമാരി, രമാമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2017 രൂപം കൊണ്ട് അന്ന് മുതൽ ഇപ്പോൾ വരെയും നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ട് ആ എല്ലാ വിഷയങ്ങളും വിജയം കാണും വരെയും പോരാടി വിജയം കണ്ടെത്തിയവരാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് നീതി കിട്ടാതെ വിഷമിക്കുന്നവരെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് നീതിക്ക് വേണ്ടി പോരാടുകയും പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കിട്ടണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആലപ്പുഴ ജില്ലയിൽ സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA CR മഹേഷ് അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിൻ്റെ സ്ഥാപന ജോൺസൺ പുള്ളത്തി പങ്കെടുക്കുന്നു. അങ്ങനെയെല്ലാം ഈ നഹാസ് കൊരണ്ടിപ്പള്ളി, ഇതിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നഹാസ് കൊരണ്ടിപ്പള്ളി, അദ്ദേഹം അധ്യക്ഷത വഹിച്ച് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. അങ്ങനെ പ്രമുഖരെ നമ്മളെ ജനപ്രതിനിധികൾ, പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ, പ്രമുഖരായവർ, വക്കീൽ, അഡ്വക്കേറ്റുമാർ, അങ്ങനെ എല്ലാവരും, അത് സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വളരെ വിജയകരമായാണ് ഇവിടെ ഈ
സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ വരുന്ന മാസം, അതായത് മെയ് 3-ാം തീയതി ഈ പ്രസ് ക്ലബ്ബിൽ വെച്ചാണ് ഇതിന്റെ പരിപാടി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി തൊഴിലാളി റാലി സംഘടിപ്പിച്ചു. INTUCയും UTUCയും പ്രത്യേകമാണ് റാലികൾ നടത്തിയത്. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. INTUCയുടെയും UTUCയുടെയും നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പ്രത്യേകമായാണ് മെയ് ദിന റാലി നടത്തിയത്. INTUCയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി യുദ്ധവിരുദ്ധ സന്ദേശ റാലിയായാണ് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി കോൺഗ്രസ് ഭവനിൽ സമാപിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. അധ്വാനിക്കുന്ന, ഭാരം ചുമക്കുന്ന, കായികാധ്വാനം കൊണ്ട് കുടുംബവും നാടും പുരോഗതിയിലേക്ക് നയിക്കുവാൻ തലമുറകളായി കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ ഓർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ദിനം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. INTUC കേരള ഘടകം ശ്രീ R ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും വളരെ ശക്തമായ പ്രവർത്തനവും തൊഴിലാളികളുടെ വലിയ റാലിയും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞ പുന്നത്തൂരുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാലത്തിന്റെ ചുവരെടുത്ത് വായിച്ചറിഞ്ഞുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മുദ്രാവാക്യം കരുനാഗപ്പള്ളി റീജിയണൽ കമ്മിറ്റി ഈ മെയ് ദിനത്തിൽ യുദ്ധവിരുദ്ധ റാലിയായി തീരുമാനിച്ചിരിക്കുകയാണ്. INTUC നേതാവ് ചിറ്റിമൂല നാസർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുടിയിൽ മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു. തൊടിയൂർ വിജയൻ, ദേവരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. UTUCയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിന് സമീപത്തു നിന്നുമാണ് റാലി ആരംഭിച്ചത്. ടൗൺ ചുറ്റി റാലി സമാപിച്ചു. P രാജു, ശക്തികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലത്ത് JSS നേതാക്കൾ കൂട്ടത്തോടെ മുസ്ലിം ലീഗിൽ ചേർന്നു. കോഴിക്കോട് ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിന്റെയും നേതൃത്വത്തിലാണ് നേതാക്കളും പ്രവർത്തകരും ലീഗിൽ ചേർന്നത്. JSS കൊല്ലം ജില്ലാ ഘടകത്തിലെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരുമാണ് കൂട്ടത്തോടെ മുസ്ലിം ലീഗിൽ ചേർന്നത്. കോഴിക്കോട് ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഇവരെ സ്വീകരിച്ചു. കൊല്ലം ജില്ലയിലെ JSSന് വലിയ ആഘാതം സൃഷ്ടിക്കുന്നതാണ് കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്ക്. കൊല്ലം ജില്ലാ സെക്രട്ടറി സുധാകരൻ പള്ളത്ത, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കുളക്കട രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ ലീഗിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം അഭിവന്ദനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബിന്റെയും നേതൃത്വത്തിലാണ് ഇവരുമായി JSSന്റെ പഴയ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് അവരെ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് നന്മയുടെ രാഷ്ട്രീയമാണ്. മതത്തിനോ ജാതികൾക്കോ ഒന്നും അതീതമായി പുറത്തുനിന്ന് കാണുന്നതല്ല അകത്തു വരുന്ന സഹപ്രവർത്തകർക്ക് ബോധ്യമാകുന്നത്. ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ്. സംസ്ഥാന കമ്മിറ്റി അംഗം ജേക്കബ്, JYS സംസ്ഥാന കൺവീനർ ഡോക്ടർ അഭിലാഷ് നാഥ, JYS കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീരാജ് SR, കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻസർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തുളസീധരൻ, മോഹനൻ പൂവറ്റൂർ, രജീഷ്, സീമ, ഗീതാകൃഷ്ണൻ, അരുൺകുമാർ VS, മോഹനൻ മാവടി, അലക്സ്, വേണു, ജയചന്ദ്രൻ, സതീഷ്, രാജേഷ്, ബിനു മൺറോത്തുരുത്ത്, അരുൺകുമാർ പൂവറ്റൂർ, പ്രേംകൃഷ്ണൻ കൊല്ലം തുടങ്ങിയവരാണ് മുസ്ലിം ലീഗിൽ ചേർന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ ലീഗിലേക്ക് എത്തുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളും രാജിവെച്ച JSS നേതാക്കളും കൊല്ലത്ത് പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനസ്, സെക്രട്ടറി സുൽഫിക്കർ സലാം, മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം MA സത്താർ, JSS ജില്ലാ സെക്രട്ടറി സുധാകരൻ പള്ളത്ത, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കുളക്കട രാജേന്ദ്രൻ എന്നിവരാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. DYFI തണ്ണീർ പന്തലൊരുക്കി. കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കടയിലാണ് തണ്ണീർ പന്തലൊരുക്കിയത്. സ്നേഹമൊരുക്കുമ്പോൾ ദാഹജല പന്തൽ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് തണ്ണീർ പന്തലൊരുക്കിയത്. കടുത്ത വേനൽ മുക്കടയിലെത്തുന്ന യാത്രക്കാർക്ക് ദാഹമകറ്റാനായാണ് DYFI കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കടയിൽ തണ്ണീർ പന്തൽ ഒരുക്കിയത്. സ്നേഹമൊരുക്കുമ്പോൾ ദാഹജല പന്തൽ എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് DYFI തണ്ണീർ പന്തൽ ഒരുക്കിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി R സുരേഷ് ബാബു, DYFI ജില്ലാ പ്രസിഡന്റ് MS ശബരിനാഥ്, ബ്ലോക്ക് സെക്രട്ടറി SK വിഷ്ണു, അമൽ, സന്തോഷ്, വിശാഖ്, ഷൈൻ, വിഘ്നേഷ്, അഖിൽ, നന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. CPIയിൽ നിന്ന് 24 പ്രവർത്തകർ CPIMൽ ചേർന്നു. ഭരണിക്കാവ് മുൻ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയാണ് CPIMൽ ചേർന്നത്. കൃഷ്ണപുരത്ത് നടന്ന സ്വീകരണ പരിപാടി CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. CPI ഭരണിക്കാവ് മുൻ മണ്ഡലം സെക്രട്ടറി V പ്രശാന്ത, മുൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം മഞ്ഞാടിത്തറ വിജയൻ, മുൻ മണ്ഡലം കമ്മിറ്റി അംഗം K സുധാകരൻ, KVs, മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ രാജീവ് കുമാർ, വിജയൻ ശ്രീനിലയം,
KV ദിവാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ 24 പ്രവർത്തകരാണ് CPIയിൽ നിന്നും രാജിവെച്ച് CPIM-ൽ ചേർന്നത്. BJP, PDP രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും 20-ലധികം പ്രവർത്തകരും CPIM-ൽ ചേർന്നു. സ്വീകരണ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. RSSകാർ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും അതുപോലെ ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ പ്രഖ്യാപനത്തോടുകൂടി തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ അവരും നടത്തി വരികയാണ്. പ്രത്യേകിച്ച് അവരിപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭമാകുമ്പോൾ ആ ഭരണകൂട സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു ജനകീയ ഉത്സവം തന്നെയായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവർ നടത്തിയിട്ടുള്ള എല്ലാ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ കണക്കൂട്ടൽ. 4-ാം തീയതി മിക്കവാറും മൂന്നാമതൊരു ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരു സംശയമില്ല. ഏരിയ സെന്റർ അംഗം S. നസീം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KH. ബാബുജാൻ, A. മഹേന്ദ്രൻ, P. ഗാനകുമാർ, U. പ്രതിഭ MLA, കോശി അലക്സ്, ഷെയ്ഖ് P. ഹാരിസ്, B. അബിൻ ഷാ, M. നസീർ, I. റഫീഖ്, M. വി ശ്യാം, സാബു വാസുദേവൻ, G. രാഹുൽ, V. പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വിവാഹ വീടുകളിലും റോഡുകളിലും അക്രമം നടത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പടിഞ്ഞാറേക്കല്ലട സ്വദേശി പ്രിൻസ് എന്ന സാനുവാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 6 ആയി. കഴിഞ്ഞ ഏപ്രിൽ 5-നായിരുന്നു സംഭവം. തുറന്ന ജീപ്പിലും ബൈക്കുകളിലും രാത്രിയിൽ സഞ്ചരിച്ച യുവാക്കളുടെ 8-അംഗ സംഘമാണ് ബൈക്കിൽ എതിരെ വന്ന സഹോദരങ്ങളെ ആക്രമിച്ച ശേഷം വിവാഹ വീട്ടിൽ കയറി കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തത്. വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ചോദ്യം ചെയ്തതാണ് യുവാക്കളെ ആക്രമിക്കാൻ കാരണമായത്. കേസിൽ പടിഞ്ഞാറേക്കല്ലട വിളന്തറ ജീന ഭവനത്തിൽ 34-കാരനായ പ്രിൻസ് എന്ന സാനുവിനെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. നേരത്തെ പടിഞ്ഞാറേക്കല്ലട വിളന്തറ വലിയപാടം SMS മൻസിലിൽ സുനീർ ഖാൻ, വലിയപാടം കുറ്റിക്കല്ലുംപുറത്ത് നിസാം, കാരാളിമുക്ക് സുമയ്യ മൻസിലിൽ സുൽഫിക്കർ, അരനെല്ലൂർ സ്വദേശി അയ്യപ്പൻ, ചവറ കൊട്ടുകാട് മുഖമ്മൂടുമുക്ക് സ്വദേശി അസ്ലം എന്നിവർ അറസ്റ്റിലായിരുന്നു. ഇവർ നടത്തിയ അക്രമത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ സഹോദരങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോട്ടക്കുഴിമുക്കിലെ വിവാഹ വീടിന്റെ മുന്നിലെത്തിയ സംഘം യാതൊരു പ്രകോപനവുമില്ലാതെ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ അടിച്ചു തകർത്തു. വീട്ടിൽ അതിക്രമിച്ചു കയറി ജനാല ചില്ലകളും സൗണ്ട് സിസ്റ്റവും തകർത്തു. സംഭവത്തിനു ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ പത്തനാപുരം റോഡിൽ വാഴത്തോപ്പിൽ വാഹനാപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാർ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലും ഇടിച്ചു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. തമിഴ്നാട്ടിലെ പാവൂർ സത്രത്തിൽ നിന്നും പച്ചക്കറിയുമായി ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ലോറിയും കോഴിക്കോട് നിന്ന് അഞ്ചലിലേക്ക് തുണി കയറ്റി വന്ന ഫോർച്യൂണർ കാറും തമ്മിലാണ് ആദ്യം ഇടിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ലോറി 3 പ്രാവശ്യം തലകീഴായി മറിയുകയും പുറകുവശത്തെ വീലും ഹൗസിംഗും ഇളകി മാറുകയും ചെയ്തു. ഫോർച്യൂണർ കാർ റോഡിൽ നിന്നും തെന്നിമാറി നിർത്തിയിട്ടിരുന്ന മീൻവണ്ടിയിൽ ഇടിക്കുകയും ചെയ്തു. ലോറി ഡ്രൈവർ കാർത്തിക്, ക്ലീനർ കുമാർ എന്നിവരാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. കുമാറിന്റെ തലയ്ക്ക് പരിക്കുപറ്റി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. வந்துட்டு இருக்கும்போது காரில் ஆப்போசிட்டில் வந்த கார் நல்ல தூக்கம், உறக்கத்தில் வந்தவங்க ஃபுல்லாக ரைட்டில் இடித்து வண்டி அப்செட் ஆகிடுச்சுண்ணா. வண்டி ஆக்சிடென்ட் நல்ல ஸ்பீடில் வந்து ஃபுல்லாக ரைட்டில் மாதிரி என் வண்டி இடித்து அப்புறத்து இருக்க அந்த வண்டி பிக்கப்பும் இடிச்சிச்சு ஃபுல்லாக. அந்த பிக்கப் அங்கே நிறுத்திட்டு இருந்தா? ஆமாம், பிக்கப் அங்கே தான் நிறுத்திட்டு இருந்தாங்க. பிக்கப் அங்கே தான் படுத்து தூங்கிட்டு இருந்தாங்க. இன்னும் ஃபுல்லாக ரைட்டில் இடிச்சிருக்காங்க. ஃபுல்லாக அப்செட் வண்டி. அவர் இடிச்சா ரைட் சைடில் இடிச்சா தான் வண்டி 2-3 பல்கி அடிச்சிருக்கு. വണ്ടിയിൽ 2 പേരുണ്ട്. അവർക്ക് ക്ലീനർക്ക് തലയിൽ അടി. ഇത് ഏകദേശം ഒരു 4 മണിയോടുകൂടി അതിഭയങ്കരമായ ഭീകരമായ ശബ്ദം കേട്ടാണ് ഉണർന്നു. എൻ്റെ സുഹൃത്ത് സൈനോ തോമസ് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ അവിടുന്ന് കൂടി ഇവിടെ എത്തുമ്പോൾ ഒരു വാഹനം തലകീഴായി മറിഞ്ഞ് കിടക്കുന്നു. ഒരു വാഹനം മറ്റൊരു പിക്കപ്പ് വാഹനത്തെ ഇടിച്ചു നിന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോയെന്നതാണ് കാണുന്നത്. അപ്പോൾ തന്നെ 108 വിളിച്ച് ആംബുലൻസ് കൊണ്ടുവന്നു 2 വണ്ടികളുടെയും ആൾക്കാരെ ഹോസ്പിറ്റലിൽ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും 108 ഓൾറെഡി പത്തനാപുരം കൺട്രോൾ റൂം വെഹിക്കിൾസ് ഓൾറെഡി സ്ഥലത്തെത്തുകയും റോഡ് മൊത്തം കുപ്പിച്ചിൻ്റെയും ഗ്ലാസുമായിട്ട് കിടക്കുന്നു. അങ്ങനെ അത് ക്ലീൻ ചെയ്യുന്നതിനുള്ള അനന്തര നടപടികളുണ്ടായി. ആവശ്യം ഫയർഫോഴ്സ്. ഫോർച്യൂണർ കാറിൽ ഉണ്ടായിരുന്നവർ അഞ്ചൽ സ്വദേശികളായ 5 പേരായിരുന്നു. പുനലൂരിലെ വ്യവസായിയായിരുന്ന റിയാസായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്.
തമിഴ്നാട്ടിൽ നിന്നും മീനുമായി ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. നിഷാദ്, നിഹാസ് എന്നിവരായിരുന്നു പിക്കപ്പ് വാനിലുണ്ടായിരുന്നത്. കുന്നിക്കോട് നിന്നും ഫയർഫോഴ്സ് റിക്കവറി വാൻ ഉൾപ്പെടെ എത്തിയാണ് റോഡിൽ നിന്നും വാഹനങ്ങൾ മാറ്റിയത്. അമിത വേഗതയിലായിരുന്നു ഫോർച്യൂണർ വാഹനം. ഇതിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൈപ്പിൽ വെള്ളമില്ല, ജല അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് ജലക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. കാറ്റിന് ബില്ലടയ്ക്കുന്ന ഒരു വാട്ടർ അതോറിറ്റിയാണ് പത്തനാപുരത്തെ വാട്ടർ. ചരിത്രത്തിലാദ്യമായിട്ട് എത്രയും കൂപ്പൂത്തിപ്പോയി, ചരിത്രത്തിലാദ്യമായിട്ട് മൊത്തം പേര് കാറ്റിന് പൈസ അടയ്ക്കുക. കാറ്റിന് ഈ മോട്ടർ നമ്മളെ 4 ദിവസം മുമ്പല്ലയോ? അതിന് മുമ്പ് എന്താ കുഴപ്പം? പോട്ടെ, 10 ദിവസം ആയിക്കോട്ടെ. അതിന് മുമ്പ് എന്തുവായിരുന്നു? മര്യാദയ്ക്ക് വാൽവ് തുറന്നുകൂടാ. ഇങ്ങനെ ഈ കുറച്ച് താല്പര്യ കക്ഷികൾക്ക് ഈ വാൽവ് തുറന്നുകൂടെ കൊട്ടേഷൻ ഞാൻ നടത്തിക്കത്തില്ല. ഇനി അവരാണേലും എവരാണേലും. ദിവസങ്ങളായി പൈപ്പിൽ വെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. ഞങ്ങൾ 3 മണിക്കൂർ വെള്ളം തരാമെന്ന്. ഇതൊക്കെ നിങ്ങളുടെ ഔദാര്യമാണ് വെള്ളം. ഞങ്ങൾക്ക് നാട്ടുകാരെ ക്ഷേമപ്രവർത്തനം അന്വേഷിച്ചേ പറ്റൂ. ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ട് പാടില്ല, വെള്ളം തരണം. ഇവന്മാർക്ക് ജോലി ചെയ്യാൻ വയ്യാതെ. എടാ, ഈ ഉണക്കത്ത് ജനങ്ങൾക്ക് വെള്ളം കൊടുത്തില്ല, പിന്നെ ഏത് സമയത്താണ് വെള്ളം കൊടുക്കുന്നത്? എല്ലാരും വരട്ടെ. ഇനിയിപ്പോ നാട്ടുകാരോട് വിളി, മൊത്തം പേര് വരട്ടെ. നാട്ടുകാരെ വിളി. ഇവിടെ കിടക്കേണ്ട വന്നവരുടെ ഈ ഏരിയ എന്നോട് പറഞ്ഞ മെമ്പർമാരെ മൊത്തം വിളിച്ചിട്ട് ഇതിന്റെ പ്രശ്നം പരിഹരിക്കാണ്. ഇതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാസി നായർ, പഞ്ചായത്ത് അംഗങ്ങളായ ഹുനൈസ്, PMB സാഹിബ്, മുത്തുമഹേഷ്, കുമാരി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ഇതൊരു പ്രതിഷേധമോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് പുന്നലയിലെ ഒരു പ്രദേശം, അതായത് ചാച്ചപ്പിന്ന, പുന്നല, വഴങ്ങോട് അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 1 മാസക്കാലമായിട്ട് ഇതിനൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. അപ്പോൾ പല പ്രാവശ്യം AEയോടും ഓവർസിയോടും AXയോടും എല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയും ഈ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഇതിന് ഒരു 10 ദിവസം മുമ്പ് വരികയും ആ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം വെള്ളം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോഴും ഫോൺ എടുക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദൈനംദിന ആവശ്യത്തിന് പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. ഈ കടുത്ത വേനലിൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഒരു പൈപ്പ് പൊട്ടിയ കാരണം, അല്ലെങ്കിൽ മോട്ടർ പൊട്ടിയ കാരണം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ മറു സൈഡുകളിൽ കൃത്യമായിട്ടും കുരുവോട്ടുമല ഈ പ്ലാന്റിൽ നിന്നും വെള്ളം എല്ലാവർക്കും മറു സൈഡുകളിൽ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് വെള്ളം കിട്ടുന്നുമില്ല. അവർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് AEയുടെ ഓഫീസിൽ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ തിരക്കുകയും അതുപോലെ തന്നെ ഇതിന് അടിയന്തരമായ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുന്നല, ചാച്ചിപ്പുന്ന, വഴങ്ങോട്, കണിയാമ്പടിക്കൽ, കരിമ്പാലൂർ മേഖലകളിലാണ് ജലക്ഷാമം രൂക്ഷമായത്. ജൽജീവൻ പദ്ധതിയിലും കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി എന്നിവയിലൂടെ എല്ലാ വീടുകളിലും പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളമെത്താത്തതിൽ പ്രതിഷേധം ശക്തമാണ്. സബ് കനാലുകളിലും വെള്ളമെത്തുന്നില്ല. ഇതുമൂലം കിണറുകൾ വറ്റി പൈപ്പ് ജലത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. വഴങ്ങോട് ഭാഗത്ത് 25 ദിവസത്തിലധികമായി വെള്ളമെത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ഉടൻ നടപടിയെടുക്കാമെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പ് നൽകി. ഇതേ തുടർന്നായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ ഇന്ന് രാത്രി കൊണ്ട് ശരിയാക്കും. നാളെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 3 ഭാഗത്താണ് വെള്ളം ഒട്ടും കിട്ടാത്തത്. അവിടെ വെള്ളം എത്തിക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ആ വെള്ളം വന്നു കഴിഞ്ഞ് നമുക്ക് പരിഹാരം ആയി എന്ന് പറയാം. അത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതുവരെ അവർ പറഞ്ഞ 25 ദിവസത്തെ വാക്ക് വെറും വാക്കായിരുന്നു. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ബില്ലുകൾ, കാറ്റിന് വരെയും നമുക്ക് ബില്ല് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം കുറേ ഭാഗത്ത് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ ഈ വെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കുറച്ച് മെമ്പർമാർ ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ ഇച്ചിരി പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ. അപ്പം ഉദ്യോഗസ്ഥർ പോലും ഇവിടെ നേരെവണ്ണം ജോലി ചെയ്യുന്നില്ലെന്നാണ്. ഈ വർഷത്തിൽ ഒരു 2 മാസമേ ഉള്ളൂ. അതുപോലെ അവർ കൃത്യമായിട്ട് ചെയ്യാതെ കണ്ട് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് മറുപടി പറയാനെ കൊണ്ടൊന്നും ഇല്ല. ജനങ്ങൾക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ കാര്യങ്ങളെ ബോധിപ്പിക്കാനാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വാട്ടർ അതോറിറ്റി എത്തിയത്. AEയായിട്ട് സംസാരിച്ച് പിണങ്ങേണ്ട കാര്യങ്ങൾ വരെ ഉണ്ടായി. പക്ഷേ നാളത്തുകൊണ്ട് ഇനി പരിഹാരം കാണാമെന്നാണ് AE പറഞ്ഞിരിക്കുന്നത്. ഇതിന് പരിഹാരം കണ്ടില്ലേ തുടർന്നുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലാളി ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചോതി മെയ് ദിനാഘോഷം. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലി. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും സമ്മേളനവും. തെരഞ്ഞെടുപ്പിന് പിന്നാലെ എണ്ണ കമ്പനികളുടെ ഇരുട്ടടി.
പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ LPG സിലിണ്ടർ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 993 രൂപയാണ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചത്. കാണാതായ അമ്മയെ 2 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ സന്തോഷത്തിൽ മകനെ കണ്ടതിന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാകാതെ അമ്മ. കൊല്ലത്താണ് അമ്മയുടെയും മകന്റെയും സമാഗമം ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.